പാദസംരക്ഷണം ശ്രദ്ധിക്കാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ചളിവെള്ളത്തിൽ ഇടപഴകുമ്പോൾ പലതരം ലാർവകൾ കാൽവിരലുകൾക്കിടയിലൂടെ കയറാൻ സാധ്യതയുണ്ട്. അവരുടെ എൻട്രി പോയിന്റാണ് ഈ ഭാഗം. അവയുടെ ജീവിതചക്രത്തിൽ നമ്മുടെ തൊലിയിലൂടെ, അതും ഏറ്റവും നേർത്ത ഭാഗത്തിലൂടെ അവ കയറിപ്പോകും. പോകുന്ന ഭാഗത്ത് നല്ല ചൊറിച്ചിലും ചുവപ്പും ഉണ്ടാകും. അവിടെ അണുബാധ ഉണ്ടായില്ല എങ്കിൽ ഏതാനും ദിവസം കൊണ്ട് ഇത് തനിയെ മാറും. അതേപോലെ തന്നെ നനവിൽ ഏറെ നാൾ കഴിയുന്നവർക്ക് ഫംഗസ് കൊണ്ട് കാൽവിരലുകളിൽ ചൊറിഞ്ഞു പൊട്ടി വിണ്ടുകീറാം. അപ്പോ അവ തമ്മിൽ തിരിച്ചറിയേണ്ടി വേണം. ഫംഗസ് കൊണ്ടുള്ള തൊലിയിലെ പ്രശ്നങ്ങൾ ഏതാനും ദിവസം കൊണ്ട് വരില്ല. അതിന് നനവുള്ള ചുറ്റുപാടിൽ ഇത്തിരി കൂടുതൽ ദിവസങ്ങൾ എടുക്കും. ഫംഗസ് കൊണ്ടുള്ള തൊലി പുറമേയുള്ള കാര്യം വിരലുകൾക്കിടയിൽ ഉൾഭാഗത്ത് മാത്രമല്ല, നഖത്തിന്റെ ചുറ്റിലും വിരലിനും മേൽഭാഗത്തും ഉണ്ടാകും. ക്ലോട്രിമസോൾ ഓയിൽമെന്റ് ചിലപ്പോൾ ആവശ്യത്തിന് തികഞ്ഞില്ല എന്ന് വരാം. അങ്ങനെയുള്ള അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഉപ്പുവെള്ളത്തിൽ കഴുകി ചൊറിച്ചിലുണ്ടെങ്കിൽ ആന്റി ഹിസ്റ്റാമിനിക് മരുന്നുകൾ കൊടുക്കാം. ആവശ്യമെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ആരംഭിക്കണം. ഇവ രണ്ടും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മതി. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാൽവിരലുകൾ വൃത്തിയായി ഡ്രൈ ആയി സൂക്ഷിക്കുക. വെള്ളത്തിൽ ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ തുണി കൊണ്ട് നന്നായി ഒപ്പി തുടയ്ക്കുക. സാധിക്കുമെങ്കിൽ സോപ്പ് തേച്ച് കഴുകിയ ശേഷം തുടയ്ക്കുക. വളംകടി എന്ന പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതാണ് ഉണ്ടായതിനു ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ എളുപ്പം. പണ്ട് വളം കടിക്ക് ഉപയോഗിച്ചിരുന്നത് ഒരു നീല മരുന്ന് ആയിരുന്നു, ജെൻഷ്യൻ വയലറ്റ്. അതിപ്പോൾ അത്ര ഉപയോഗിച്ചു കാണാറില്ല.